ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു കടുമാങ്ങയാണ്. നമ്മൾ ഓണത്തിനും സദ്യയ്ക്കും ഒക്കെ വിളമ്പാവുന്ന പോലുള്ള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇന്നൊരു കടുമാങ്ങ ഇടാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതിനു മുമ്പായിട്ട് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൊച്ചുമെല്ലാവരും നമയ്ക്കേക്കണേ. അമ്മ ഇടുന്ന വീഡിയോ ഒക്കെ കാണാം. എന്നാൽ നമുക്കിനി അച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ മാങ്ങ എല്ലാം പൂളിയെടുത്ത് മാങ്ങ എല്ലാം ഇങ്ങനെ പൂളിയെടുക്കണം. പൂളിയെടുത്തിട്ട് ചെറുതായിട്ട് അരിയണം. അരിഞ്ഞിട്ട് മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് പൊടിയായിട്ട് തൊലി എത്തണമെന്നൊന്നുമില്ല. തൊലിയും ചെത്തിയിടാൻ തൊലി എത്താതിരിക്കാമെങ്കിൽ മാങ്ങ അധികം അളിഞ്ഞു പോകത്തില്ല. തൊലി എത്തിയാൽ പെട്ടെന്നങ്ങ് അളിഞ്ഞു പോകും. നല്ലോണം കഴുകിയിട്ടങ്ങ് അരിഞ്ഞാൽ മതി പൊടിയായിട്ട്. അങ്ങനെയെല്ലാം അരിയട്ടെ, നമ്മൾ അരിഞ്ഞെടുക്കട്ടെ. ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. മാങ്ങ എല്ലാം അരിഞ്ഞു നമ്മൾ പാത്രത്തിലേക്ക് വാരുവാണ്. വാരി നമുക്ക് ഇച്ചിരി ഉപ്പ് പുരട്ടി ഞെരടി ഒന്ന് വെക്കാം. എല്ലാം വാരി എടുത്തിട്ട് ഇച്ചിരി ഉപ്പ് ഞെരടി വെക്കാമെങ്കിൽ അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങും. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അച്ചാറിടാമെങ്കിൽ വലിയ പുളിയൊന്നും വരത്തില്ല. രണ്ട് സ്പൂൺ ഉപ്പിട്ട് ഇതുപോലെ കുടഞ്ഞൊന്ന് ഇനി അവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ. ഇരുന്നിട്ട് നമുക്കതെടുത്ത് അച്ചാറിടാം. അച്ചാറിടാൻ പോവുകയാണെങ്കിൽ കടുമാങ്ങ. അതിന് വേണ്ടി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. അതിനകത്തോട്ട് ചീനിച്ചട്ടിക്കകത്തോട്ട് ഒരു 50 ഗ്രാം എണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണയൊന്ന് ചൂടാകട്ടെ, നമുക്ക് കടുകിടാം. നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് സ്പൂൺ കടുകിടാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി നമുക്കിനി വെളുത്തുള്ളി ഇടാം. 50 ഗ്രാം വെളുത്തുള്ളിക്കുണ്ട്. നല്ലൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്. അതിന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടന്. രണ്ട് ചുവന്ന മുളക് മുറിച്ചിടാം. രണ്ട് 3 തണ്ട് കരിയാപ്പില. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെല്ലാം കൂടെ നല്ലതായിട്ട്. ഇങ്ങനെ 1 കിലോ മാങ്ങയാണ്. അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. 1, 2 സ്പൂണ്, 3 സ്പൂണ്, 4 സ്പൂണ് മുളക് പൊടി ഇട്ടു. കാശ്മീരി മുളക് പൊടി പൊടിച്ചതാണ്, അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. നല്ലതായിട്ടൊന്ന് ചുമക്കട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച്. അരപ്പെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് മാങ്ങ ഇടണം. മാങ്ങ അധികം വേകണ്ട.
നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. അരപ്പ് നല്ലതായിട്ട് വേകട്ടെ. ഈ കട്ടക്കായമാണ് ഇടുന്നത്. അത് ഞാൻ ഇച്ചിരി മുറിച്ച് ഇതിനകത്തോട്ട് ഇടും. അതൊന്ന് അലിയും ഇതിനകത്ത് കിടന്ന് അലിയട്ട് 1 ടീസ്പൂണ് ഉലുവാപ്പൊടി ഇട്ട്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മാങ്ങായ്ക്ക് ഉപ്പ് ഇട്ട് വെച്ചതാ, ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അരപ്പിനൊക്കെയുള്ള ഒരു ഉപ്പും കൂടെ. മാങ്ങായ്ക്ക് ഉപ്പ് പിടിച്ച് കാണണം. ഇപ്പോൾ മാങ്ങ അരിഞ്ഞിപ്പോൾ ഉപ്പിട്ട് വെച്ചിട്ട് അരമണിക്കൂറായി. ഈ അരപ്പൊന്ന് വേഗട്ട് വെന്തിട്ട് നമുക്ക് മാങ്ങ ഇതിനകത്തോട്ടിടാം. അരപ്പെല്ലാം തന്നെ നല്ലതായിട്ട് വെന്ത് കുറുകി നമുക്കിനി മാങ്ങ ഇതിനകത്തോട്ടിടാം. നമുക്കിനി നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കാം. അത് നമുക്ക് തീ അങ്ങ് കെടുത്താലേ മാങ്ങ അങ്ങ് വെന്ത് പോകും. മാങ്ങ വെന്ത് പോയാൽ അഴുക്ക് ചൂടത്ത് കിടന്ന് അതൊന്ന് വാടും. അത് മതി. ഉണ്ടോ നോക്കട്ടെ. പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഒഴിക്കണം. ഉപ്പുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള മാങ്ങാച്ചാർ റെഡിയായി. കല്യാണ സദ്യയ്ക്കും ഓണത്തിനും എല്ലാ സദ്യയ്ക്കും ഇത് കൊള്ളാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അച്ചാറിട്ടാൽ നല്ലതാണ് നമുക്ക് കൂട്ടാൻ. നല്ലൊരു അച്ചാറാണ്. എല്ലാവരും ഇട്ട് നോക്കണം ഈ പ്രാവശ്യം ഓണത്തിനേക്ക്. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.